അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, അതിൽ പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഇന്നലെ പഠിച്ചത്. ഇറ്ററേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്, ഫോർ, വൈൽ, ഡു വൈൽ, ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് പഠിച്ചത്. Today, first we will see 2 important statements, break and continue. Okay, these 2 statements can be used within loops, especially in for loop. ലൂപ്പുകൾക്കകത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 2 സ്റ്റേറ്റ്മെന്റുകളാണ് ബ്രേക്കും കണ്ടിന്യൂ. ബ്രേക്ക് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സ്വിച്ച് എന്ന് പറയുന്ന കമാൻഡിന്റെ കൂടെ ബ്രേക്ക് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ബ്രേക്ക് യൂസ് ചെയ്താൽ സ്വിച്ചിൽ നിന്ന്, ആ സ്ട്രക്ചറിൽ നിന്ന് പുറത്തേക്ക് ജമ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ലെറ്റ് us see what is the role of break and continue within a loop. Both these statements can be used within a loop. ഒരു ലൂപ്പിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 2 സ്റ്റേറ്റ്മെന്റുകളാണ്, ഒന്ന് ബ്രേക്കും ഒന്ന് കണ്ടിന്യൂ. ഓക്കെ, ഇനി എന്താ വ്യത്യാസം നോക്കാം. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ when the computer executes break statement within a loop, it stops the loop. ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ സാധാരണ നമ്മളൊരു ലൂപ്പ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ലൂപ്പിന്റെ കണ്ടീഷൻ ട്രൂ ആവുന്ന അത്രയും സമയം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആയ ലൂപ്പ് എക്സിറ്റ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. എന്നാൽ ഈ ലൂപ്പ് അങ്ങനെയല്ല, ഈ ബ്രേക്ക് എന്ന കമാൻഡ് അങ്ങനെയല്ല. കണ്ടീഷൻ ഫോൾസ് ആവണമെന്നും കാത്തുക്കൂല. ബ്രേക്ക് എന്ന് പറയുന്ന കമാൻഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്യും. ഓക്കെ, ബ്രേക്ക് കമാൻഡ് causes the loop to be stopped without checking the condition. കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്ട് തന്നെ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് ബ്രേക്ക് കമാൻഡ്. നമ്മുടെ ഒരു കാര്യം ഇങ്ങനെ ചെയ്തു തുടങ്ങി, നമുക്ക് ആ പ്രോബ്ലം സോൾവ് ആയി, ഇനി ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ ഉടനെ നമുക്ക് ബ്രേക്ക് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ എന്നുള്ളത് സംഭവിക്കാൻ നോക്കാം. Continue can be used to skip remaining portion of the loop. ഈ കണ്ടിന്യൂ എവിടെയാണോ കിടക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്കുള്ള ഭാഗം സ്കിപ്പ് ചെയ്യും. കണ്ടിന്യൂ എന്നുള്ള കമാൻഡ് ലൂപ്പിൽ എവിടെയുള്ളത് അവിടെ നിന്ന് താഴത്തേക്കുള്ള ഭാഗം സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇറ്റ് അഗെയിൻ ചെക്സ് ദ കണ്ടീഷൻ, എന്നിട്ട് ആ കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും ആൻഡ് വർക്ക്സ് അക്കോർഡിംഗ്ലി. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഞാനിത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം പലപ്പോഴും പരീക്ഷയ്ക്ക് ഈ ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന വാചകങ്ങളാണ് ഇവിടെ നോട്ടായി തന്നിട്ടുള്ളത്, ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ബ്രേക്ക് കമാൻഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ജമ്പ് ചെയ്യും. കണ്ടിന്യൂ കമാൻഡ് ആണെങ്കിൽ ആ ലൂപ്പിന്റെ ബാക്കി ഭാഗം സ്കിപ്പ് ചെയ്യും. അത് പലപ്പോഴും വൺ വേർഡ് ആയിട്ടാണ് ചോദിക്കാറ്. ഏറ്റവും കൂടുതൽ സമയം വൺ വേർഡ് ആയിട്ടാണ് ചോദിക്കുക. ഡാഷ് command skips the remaining portion of the loop. Answer is continue. Dash command causes the loop to stop without checking condition. Answer is break. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള 2 കമാൻഡുകളാണ്. അതിന് പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കൂല. എന്നാലും ഇതെന്താണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോഗ്രാമിൽ ഞാൻ ഈ ബ്രേക്കും കണ്ടിന്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാം ഇവിടെ എഴുതാം. ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ടാക്കുകയാണ്. ഇത് ഇന്നലെ ചെയ്ത പ്രോഗ്രാം ഉണ്ടാക്കി കളഞ്ഞിട്ട് ഫോർ എ ഇസ് ഈക്വൽ ടു 1, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എ പ്ലസ് പ്ലസ്. ഓക്കെ, സി ഔട്ട് ഡബിൾ ലെസ് ദാൻ എ ഡബിൾ ലെസ് ദാൻ \t ക്ലോസിംഗ് ബ്രേസ്. ആ പ്രോഗ്രാമിനെ ഞാൻ സേവ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിനെ ഞാൻ സേവ് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു, റേസ് ഇല്ല, ബിൽഡ് ചെയ്യുന്നു, യാതൊരു കുഴപ്പവും കാണുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഔട്ട്പുട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, 10 ഒരു നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലൊരു ഇഫ് കമാൻഡ് ഉപയോഗിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇഫ് എ ഈക്വൽ ടു 5 ബ്രേക്ക്. ഇഫ് എ ഈക്വൽ ടു 5 ബ്രേക്ക്, അതായത് എ എപ്പോഴാണോ 5 ആവുന്നത് ആ 5 ആവുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യാനാ പറയുന്നത്. ബ്രേക്ക് ചെയ്ത് എന്താ സംഭവിക്കുക, ആ 5 ആയി കഴിഞ്ഞാൽ അപ്പൊ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. സാധാരണ നിലക്ക് ലൂപ്പ് സ്റ്റോപ്പ് ആവണമെങ്കിൽ എ 10 കഴിഞ്ഞ് 11 ആവണം. 11 ആവുമ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആവും അല്ലെ. ഇതാണ് കണ്ടീഷൻ. എ ലെസ് ദാൻ ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ലൂപ്പിന്റെ എയുടെ വാല്യൂ 11 ആവുമ്പോൾ ഫോൾസ് ആയിട്ടാണ് സാധാരണ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുക.
എന്നാൽ ഇവിടെ ഈ എയുടെ വാല്യൂ 5 ആവുന്ന സമയത്ത് ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കാരണമാവുകയും അതുവഴി ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. നമുക്ക് നോക്കാം. സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, ഞാൻ എക്സിക്യൂട്ട് ചെയ്യണം. എന്താണ് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഔട്ട്പുട്ട് ഈസ് ഓൺലി 1 2 3 4. ആക്ച്വലി 10 വരെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ലൂപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് ഔട്ട്പുട്ട് 1 2 3 4 വരെ വരുന്നുള്ളൂ. കാരണം 5 ആവുന്ന സമയത്ത് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ബ്രേക്കിന്റെ സ്ഥാനത്ത് കണ്ടിന്യൂ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കണ്ടിന്യൂ ആണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഈ സമയമാകുമ്പോൾ ഇത് ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, 5 എന്ന് പറയുന്ന വാല്യൂ വരുന്ന സമയത്ത് ഇതിന്റെ താഴത്തേക്കുള്ള കണ്ടിന്യൂ കൊടുത്ത് ഇവിടെയാണ്, അതിന്റെ താഴത്തേക്കുള്ള ഈ പോർഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല. ദാറ്റ് മീൻസ് 5 എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നില്ല. ബാക്കിയൊക്കെ ചെയ്യും. 5 എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യില്ല. ഓക്കെ, നമുക്ക് ഒന്നും കൂടി സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് പ്രോഗ്രാമിന് റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ. 1 2 3 4 5 ഇല്ല, 6 7 8 9 10. അപ്പൊ കണ്ടിന്യൂ ആകുമ്പോൾ എന്താണ് നടക്കുന്നതെന്നും ബ്രേക്ക് ആകുമ്പോൾ എന്താണ് നടക്കുന്നതെന്നും നമുക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രോഗ്രാം എക്സാമ്പിൾസ് ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല. എന്താണ് ബ്രേക്ക്, എന്താണ് കണ്ടിന്യൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചില പ്രോഗ്രാം എക്സാമ്പിൾസ് പറഞ്ഞു തരാനുള്ളതാണ്. കുറച്ച് പ്രോഗ്രാം എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞു തരാ എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പൊ നമുക്ക് ഓരോരോ പ്രോഗ്രാമുകളായിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് our first question. Program to find sum of natural numbers up to n. n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 അപ് ടു n. n എത്രയാണോ അതുവരെ. n 5 ആണെങ്കിൽ 1 തൊട്ട് 5 വരെ, n 8 ആണെങ്കിൽ 1 തൊട്ട് 8 വരെ, n 10 ആണെങ്കിൽ 1 തൊട്ട് 10 വരെ. ഓക്കെ, ആ നമ്പേഴ്സിന്റെ സമ്മാണ് നമുക്ക് ആവശ്യം. ഇപ്പൊ n ഞാൻ 5 കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ if n is equal to 5, okay, then the result should be 1 plus 2 plus 3 plus 4 plus 5, അതായത് 15 എന്ന് വരും. ഓക്കെ, റിസൾട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? 1 plus 2 plus 3 plus 4 plus 5, ഇതാണ് റിസൾട്ട്. ഇങ്ങനെ കാണിക്കൊന്നും വേണ്ട. ഇതിന്റെ സമ്മ് എത്രയാണോ ആ സമ്മ് ഡിസ്പ്ലേ ചെയ്യുക. 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15, അതാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std int main, ഒരു ഓപ്പണിംഗ് ബ്രേസ്, എന്നിട്ട് n ഡിഫൈൻ ചെയ്യുക, a ഡിഫൈൻ ചെയ്യുക, സമ്മ് ഡിഫൈൻ ചെയ്യുക. 3 വേരിയബിൾസ് നമുക്ക് ആവശ്യമാണ്. ഒന്ന്, n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് n വേണം. പിന്നെ നാച്ചുറൽ നമ്പേഴ്സ് 1 തൊട്ട് n വരെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാക്കാൻ ലൂപ്പ് ആവശ്യമുണ്ട്. ആ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ ഒരു വേരിയബിൾ a. പിന്നെ ഇത്രയും നമ്പേഴ്സിന്റെ സമ്മ് സ്റ്റോർ ചെയ്യാൻ സം എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, എന്നിട്ട് cout $, എൻ്റർ എ നമ്പർ. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാം. ആ നമ്പറിനെ നമുക്ക് n-ലേക്ക് സ്റ്റോർ ചെയ്യാം. c(n). Now store sum is equal to 0. സമ്മിലേക്ക് 0 സ്റ്റോർ ചെയ്യാം. നമ്മുടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ്. for a is equal to 1 semicolon. a is equal to 1 semicolon. a less than or equal to n. 1 മുതൽ n വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ a equal to 1 സ്റ്റാർട്ട് ചെയ്യാം, a n വരെ പോവാ, a നെ ഇൻക്രീസ് ചെയ്യുക, a++. ഇതാണ് നമ്മുടെ ലൂപ്പ്. ഓക്കെ, 1 മുതൽ n വരെ നാച്ചുറൽ നമ്പേഴ്സിനെ കിട്ടാനുള്ള ലൂപ്പ് ഇതാണ്. ഇവിടെ ചെയ്യേണ്ടത് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ. ഡിസ്പ്ലേ ചെയ്യൊന്നും വേണ്ട, ആ നമ്പറിനെ നേരെ സം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ സമ്മില് തുടക്കത്തിൽ നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്, 0 ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സംഭവിക്കുന്നത് 0ലേക്ക് 1 ആഡ് ചെയ്യും, അപ്പൊ അത് 1 ആവും. പിന്നെ ആ 1ലേക്ക് 2 ആഡ് ചെയ്യും, അപ്പൊ അത് 3 ആവും. പിന്നെ അതിലേക്ക് 3 ആഡ് ചെയ്യുമ്പോൾ അത് 6 ആവും. പിന്നെ അടുത്ത നമ്പർ 4 ആഡ് ചെയ്യുമ്പോൾ അത് 10 ആവും. അടുത്ത നമ്പർ 5 ആഡ് ചെയ്യുമ്പോൾ അത് 15 ആവും. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് ആ സമ്മിനൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. Sum of natural numbers less than sum, return 0. Return 0%. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇതിനോട് ഒന്ന് കോപ്പി ചെയ്യാണ്. ടൈപ്പ് ചെയ്തുണ്ടാക്കിയ പ്രോഗ്രാമാണ്. ഇതിനെ കോപ്പി ചെയ്തിട്ട് ഞാൻ ഈ ഒരു ജീനിയിൽ കൊണ്ടുവന്ന് ഇവിടെ സേവ് ചെയ്യാണ്. കാണുന്നുണ്ടല്ലോ, പ്രോഗ്രാമിനോട് സേവ് ആക്കിയിട്ടുണ്ട്. ഇനി
ഇതിൽ സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മളോട് നാച്ചുറൽ നമ്പേഴ്സിന്റെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ 5 എൻ്റർ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 15. 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം 15 ആണ്. ഇനി 100 വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. 100 വരെ നാച്ചുറൽ നമ്പേഴ്സ് വീട്ടിൽ നിന്ന് സമയം കിട്ടണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 100 വരെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം 5050 ആണ് എന്ന് നമ്മുടെ കമ്പ്യൂട്ടർ പറയുന്നു. അത് ശരിയാണോ എന്ന് നിങ്ങൾ 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സ് ഒന്നുകിൽ നേരിട്ട് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള അരിതമെറ്റിക് പ്രോഗ്രഷൻ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. 5050 ആണ് അതിന്റെ വാല്യൂ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് പ്രോഗ്രാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ ചോദ്യം, പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു n വരെയുള്ള നമ്പേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് പ്രോഗ്രാം. Now let us see the second program. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. രണ്ടാമത്തെ പ്രോഗ്രാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇത് ഒന്നാമത്തെ പ്രോഗ്രാം ആണ്. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു n. സം തന്നെയാണ് വേണ്ടത്, പക്ഷെ വെറുതെ നമ്പറിന്റെ സം അല്ല, അതിന്റെ സ്ക്വയറിന്റെ സം ആണ് വേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഈ നാച്ചുറൽ നമ്പർ എന്താന്ന് വീണ്ടും പറയേണ്ട ആവശ്യമില്ല, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇഫ് n is equal to 5, then ഔട്ട്പുട്ട് ഷുഡ് ബി, എന്താണ് ഔട്ട്പുട്ട് നോക്കാം. then ഔട്ട്പുട്ട് ഷുഡ് ബി 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, അതിന്റെ സമ്മാണ് വേണ്ടത്. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, 5ന്റെ സ്ക്വയർ 25 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത റിസൾട്ട് ആണ് നമുക്ക് വേണ്ടത്. 1ഉം 4ഉം 5ഉം 9ഉം 14, 14 6 20 30, 20 55 ആണ്. 5 വരെയുള്ള നമ്പേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 55 ആണ് വരിക. ഓക്കെ, നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുന്ന ഈ പ്രോഗ്രാം ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുക്കാം. ഇതിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്ത് ചേഞ്ച് ആണ് ഇതിനകത്ത് വരുത്തേണ്ടത് എന്നുള്ളത്? ഇവിടെ സം ചെയ്യേണ്ടത് നമ്പർ അല്ല, പകരം നമ്പറിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, നമ്പർ അല്ല ആഡ് ചെയ്യേണ്ടത്, നമ്പറിന്റെ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രോഗ്രാം കാണുന്നില്ല അല്ലെ? ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിനകത്ത് എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടതെന്ന് ആലോചിച്ചാണ്. നമ്മളിപ്പോൾ ഉള്ള ഈ പ്രോഗ്രാമിന്റെ അവസ്ഥ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു n ആണ്. n വരെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. ഇനി നമുക്ക് വേണ്ടത് നാച്ചുറലിന്റെ സം അല്ല, നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിന്റെ സം ആണ്. സം ചെയ്യേണ്ടത് നാച്ചുറൽ നമ്പേഴ്സ് അല്ല, നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ. ഓരോ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ. എന്താ സ്ക്വയർ? പെട്ടെന്നിട്ട് നമ്മൾ സമയമില്ലേട്ടോ കളയാനായിട്ട്. നാച്ചുറൽ നമ്പർ a ആണെങ്കിൽ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ എന്താണ് എന്ന് പറഞ്ഞേ. നാച്ചുറൽ നമ്പർ a ആണെങ്കിൽ വാട്ട് ഈസ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ? അവിടെ ഒരാള് ഹിബ y ഇൻറ്റു ഈക്വൽ ടു y എന്ന് എഴുതിയിട്ടുണ്ട്. അത് y-യുടെ സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് a-യുടെ സ്ക്വയർ ആണ് അല്ലെ? a ആണ് നമ്മുടെ നാച്ചുറൽ നമ്പർ. ഇൻ അവർ പ്രോഗ്രാം എക്സാമ്പിൾ നാച്ചുറൽ നമ്പർ ഈസ് a. അപ്പൊ എന്താ വരണ്ടേ? a ഇൻറ്റു a. ഇത് ആരാണ്? എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല കേട്ടാ. ഇത് വേറെന്തോ പ്രൊഫൈൽ നെയിം ആണ്. ഹു ഈസ് ദിസ്? a സ്റ്റാർ a. അതാണ് ഏറ്റവും കറക്റ്റ് ആൻസർ. മറ്റത് a ഇൻറ്റു a എന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അജ്മലാണ് ആദ്യം പറഞ്ഞത്, പിന്നാലെ ഹിബ പറഞ്ഞു. ഹിബ പറഞ്ഞതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്.
എ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എയുടെ സ്ക്വയർ കണ്ടുപിടിച്ച് അത് എയിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പൊ ഇതാണ് എന്റെ ചേഞ്ച് എ സ്റ്റാർ എ. ഓക്കെ, ഒറ്റ ചേഞ്ച് ഈ തൊട്ട് മുകളിൽ എഴുതിയ പ്രോഗ്രാമിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് ഒന്ന് മാറ്റാം. സം ഓഫ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ് ടു എൻ. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യേണ്ടത് നോക്കാം. ഇതിനിവിടുന്ന് ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതിനിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് വരെയുള്ള കാര്യങ്ങൾ കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ജീനിയിൽ വന്നു. ഇവിടെ ഉള്ളത് ഡെലീറ്റ് ചെയ്യണം. ആദ്യം സെലക്ട് ചെയ്ത് ഡെലീറ്റ് ചെയ്തു, പുതിയത് ആഡ് ചെയ്തു. ഓക്കെ, കാണുന്നുണ്ടല്ലോ, എ ഇൻറ്റു എ വന്നു. ഇവിടെ സം ഓഫ് നാച്ചുറൽ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന ഔട്ട്പുട്ടിന്റെ നറേഷൻ ടെക്സ്റ്റ് മാറ്റി സേവ് ചെയ്തു, കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് റിസൾട്ട് നോക്കാം. 5 നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 55. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി റൺ ചെയ്യാം. ഇത്തവണ ഞാൻ കൊടുക്കുന്നത് 100 വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 100 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സമാണ് 3,38,350. ഓക്കെ, അപ്പൊ നമുക്കിത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സമാണ്. ഒക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. തേർഡ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്ലാസ്സിലുള്ള മൂന്നാമത്തെ പ്രോഗ്രാം ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഇവിടെ കൊണ്ടുവരാം. ക്വസ്റ്റ്യൻ ഇവിടെ കൊണ്ടുവരാം. മൂന്നാമത്തെ ചോദ്യം, ഓക്കെ, ലെറ്റ്സ് സീ ദ തേർഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. പ്രോഗ്രാം ടു ഫൈൻഡ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. നിങ്ങൾ മാത്സിന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. ഫാക്ടോറിയൽ എന്താണെന്ന് ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഫാക്ടോറിയൽ അറിയുന്നവരുണ്ടോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരും. അറിയുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയും. ആദ്യം പറയാം, മൈക്കോണാക്കി പറഞ്ഞോളൂ. ഫാക്ടോറിയൽ സമയം കളയില്ലട്ടോ, കുറച്ച് പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാണ്ട്. പെട്ടെന്ന് ഇല്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ, ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ പറയാം. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഫാക്ടോറിയൽ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു എൻ. എൻ വരെയുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്. അതിന്റെ സമ്മ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാൽ അതെന്തായി? അത് ഫാക്ടോറിയൽ ആയി. ഓക്കെ, let us see what change is required in this program. നമ്മളിവിടെ ആദ്യം എഴുതിയ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ പ്രോബ്ലം ചെയ്തിട്ടുണ്ടല്ലോ. അതിനകത്ത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ ഡിഫറൻസ് ആണ് ആ പ്രോഗ്രാമിനകത്ത് വരുത്തേണ്ടത് നമുക്ക് നോക്കാം. Let's see the different changes needed for this program. Okay, എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്? എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? അവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അറിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. തൊട്ട് താഴത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പ്രൊഫൈൽ നെയിമൊക്കെ വലിയ പ്രശ്നമാണ്. 8 ആണെങ്കിൽ 1 × 2 × 3 × 4 × 5 × 6 × 7 × 8 അത് തന്നെ. പിന്നൊരു സ്റ്റാർ വേണ്ട, അവസാനം സ്റ്റാറിന്റെ ആവശ്യമില്ല. 1, 2, 3, 4, 5, 6, 7, 8 വരെയുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്. 5 ആണെങ്കിൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അത് 120 വരും. ഓക്കെ, 5 ആണെങ്കിൽ 120 ആണ് വരിക. 6 ആണെങ്കിൽ 720 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിനെ ഫാക്ടോറിയൽ ആക്കണമെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം? ഒന്ന്, പ്രോഗ്രാം ഉപയോഗിക്കുന്ന വേരിയബിൾ നെയിംസ് മീനിങ് ഫുൾ ആക്കുക എന്നുള്ള അർത്ഥത്തിൽ ഈ സം എന്ന് പറയുന്ന വേരിയബിളിന്റെ പേരൊന്ന് മാറ്റിയിട്ട് നമുക്കതിനെ ഫാക്ട് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അവിടെ മാത്രം പോരാ, ഇവിടെ ചേഞ്ച് ചെയ്യണം. സം എന്നുള്ളത് മാറ്റിയിട്ടൊക്കെ എല്ലായിടത്തും അത് ഫാക്ട് ആക്കുക. അതുപോലെ ഇവിടെയും
ഫാക്ട് എന്നാക്കാം. ഇവിടെയും നമുക്കത് ഫാക്ട് എന്നാക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടത്? സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന് അല്ലല്ലോ ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്താണ് പ്രൊഡക്റ്റ്? എങ്ങനെ എന്താ ചെയ്യുക? പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ ഇവിടെ പ്ലസിന്റെ സ്ഥാനത്ത് എന്താക്കണം? പ്ലസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാനുള്ളതല്ലേ അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യാൻ ഏതാണ് ഓപ്പറേറ്റർ? സ്റ്റാർ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ സ്റ്റാർ ആണ്. ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് ആരോ. ദെൻ ആ സ്റ്റാർ നമുക്ക് മാറ്റിയിട്ട് പകരം സ്റ്റാർ ആക്കാം. ഓക്കെ, ഇവിടെ സം അല്ല ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സം എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇപ്പൊ ഇല്ല. സം എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മീനിങ് ഫുൾ ആയിട്ട് വേരിയബിൾ നെയിം ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിൽ സം എന്നുള്ള സ്ഥലത്തൊക്കെ ഫാക്ട് എന്നാക്കി, ആഡ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആക്കി. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, നാച്ചുറൽ നമ്പേഴ്സിന്റെ അതേ പ്രോഗ്രാം തന്നെയാണ്. ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്തെങ്കിലും മാറ്റം ഇനി വരുത്തേണ്ടതുണ്ടോ എന്ന് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇത് എവിടെ കൊടുത്തത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോ പുതിയതോടെ ചേർക്കാം. ഓക്കെ, ഫാക്ട് ഒക്കെ ഉള്ള പുതിയ പ്രോഗ്രാം കൂടെ ചേർത്തു, സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യാണ്. ഞാൻ ഫാക്ടോറിയൽ കൊടുക്കുകയാണ് 5. 5 കൊടുത്താൽ എത്ര റിസൾട്ട് വരേണ്ടതെന്ന് പറഞ്ഞേ? 5 കൊടുത്താൽ റിസൾട്ട് എത്ര വരേണ്ടത്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 120 ആണ് ഫാക്ടോറിയൽ വരേണ്ടത്. ഓക്കെ, നമുക്കിവിടെ കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റർ ചെയ്തു. എത്ര വന്ന റിസൾട്ട്? 120 വന്നാ? എത്ര വന്ന റിസൾട്ട്? 0 വന്നത്. വൈ? എന്തുകൊണ്ടാണ് ഇത് 0 ആയത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് കണ്ടെത്തി സോൾവ് ചെയ്താൽ ആ പ്രോബ്ലം ശരിയായി, ആ പ്രോഗ്രാം ശരിയായി. ഈ പ്രോഗ്രാം ആണല്ലോ വർക്ക് ചെയ്തത്. എന്തുകൊണ്ടാണ് റിസൾട്ട് 0 എന്ന് വന്നത്? 120 എന്ന് പറഞ്ഞതിന് പകരം 0 വന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്നെ എഴുതിയ ഫാക്ടിന്റെ എ തന്നെയാണ് കൊടുക്കേണ്ടത്. ഫിസ കമന്റ് ചെയ്തിരിക്കുന്നത് ഫാക്ടിന്റെ ആണ് കൊടുക്കേണ്ടത്. അത് കുഴപ്പമില്ല. ഫാക്ടിനെ ഫാക്ട് എ കൊണ്ട് മൾട്ടിപ്ലൈ തന്നെയാണ് വേണ്ടത്. ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 3 കൊണ്ട് ചെയ്യണം, 4 കൊണ്ട് ചെയ്യണം, 5 കൊണ്ട് ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. നമ്മൾ സം കണ്ടുപിടിച്ച പോലെ തന്നെ ആദ്യം 1 ആഡ് ചെയ്തു, പിന്നെ 2 ആഡ് ചെയ്തു, അതുപോലെ തന്നെ. പക്ഷെ ഇവിടെ റൈറ്റ്, ഫാക്ട് ഈസിക്കൽ ടു 0 ആണ് ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നം. 0 കൊടുക്കുമ്പോഴുള്ള കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ 0 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ അത് 0 ആവും. പിന്നെ 0 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ വീണ്ടും അത് 0 ആവും. ഫലത്തിൽ 1-നെയും 2-നെയും 3-നെയും 4-നെയും 5-നെയും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനിഷ്യൽ വാല്യൂ 0 ആയതുകൊണ്ട് ബാക്കിയൊക്കെ എന്തായി പോയി? 0 ആയി. അപ്പോ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് 0 വെച്ചിട്ടല്ല, 1 വെച്ചിട്ടാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഓൺലി ഡിഫറൻസ്. ഇത് 1 വെച്ച് ആക്കി കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആവും. ഞാനത് മനഃപൂർവ്വം 0 ആക്കി ഇട്ടെന്ന് തന്നെയാണ്. അതൊക്കെ കാര്യങ്ങൾ എന്തിനാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ലെറ്റ് us see the input. 5 കൊടുക്കുകയാണ്. കണ്ടോ, ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 120. ഓക്കെ, 120 എന്ന് പറഞ്ഞ നമ്പർ ഫാക്ടോറിയൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് ഈ പ്രോഗ്രാം ഉപയോഗിക്കാം. ഈ പ്രോഗ്രാമിനകത്ത് ചെറിയൊരു ചേഞ്ച് വരുത്തി ഫാക്ട് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതിന് പകരം നമ്മളിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഫാക്ട് ഈസ് ഈക്വൽ ടു 1 എന്നൊരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അവർ തേർഡ് പ്രോഗ്രാം. Now let us come to the fourth program. Today's fourth program. നമുക്ക് ഇന്നത്തെ 4ാമത്തെ പ്രോഗ്രാമിലേക്ക് വരാം. Program to display average score of n students. 10 കുട്ടികളുടെ അല്ലെങ്കിൽ n സ്റ്റുഡൻസിന് n എത്ര ആയിക്കോട്ടെ, 5 ആണെങ്കിൽ 5 കുട്ടികളുടെ മാർക്ക് നമ്മൾ കൊടുക്കുന്നു. ഒരു വിഷയത്തിലെ മാർക്ക്, ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് വിചാരിച്ചോളൂ. അതിലെ മാർക്ക് നമ്മൾ കൊടുക്കുന്നു. ആ മാർക്കിന്റെ ആവറേജ് കിട്ടണം. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്.
എത്ര നമ്പേഴ്സിന്റെ ആവറേജ് ആണോ കാണേണ്ടത് അത്രയും നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ആ നമ്പറിനെ എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 നമ്പർ ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n നമ്പേഴ്സ് ആണെങ്കിൽ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് അതിന്റെ ആവറേജ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിന്റെ തുടക്കമൊക്കെ ഒന്ന് എടുക്കുകയാണ്. ഇതുവരെ ചെയ്ത പ്രോഗ്രാമിന് വല്ല ഇത്തിരി ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പ്രോഗ്രാമിന്റെ തുടക്കമൊക്കെ അതിന് എടുത്തു. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിംഗ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് INT മെയിൻ ഒക്കെ എടുത്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്രോഗ്രാമിലേക്ക് വരാം. നമുക്ക് ഈ പ്രോഗ്രാമിന് ആവശ്യമായ വേരിയബിൾസ് ഉണ്ടാക്കാം. n സ്റ്റുഡൻസിന്റെ പിന്നെ ആവറേജ് ആണ് വേണ്ടത്. അപ്പൊ n എത്രയെന്ന് അറിയണം. പിന്നെ സ്കോർ, സ്റ്റുഡന്റിന്റെ സ്കോർ സ്റ്റോർ ചെയ്യാൻ സ്കോർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ടോട്ടൽ, ആവറേജ് ആണെങ്കിൽ ടോട്ടൽ വേണമല്ലോ, അപ്പൊ ടോട്ടലിനൊരു വേരിയബിൾ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ലൂപ്പിന് ഉണ്ടാക്കണം. n സ്റ്റുഡൻസിന്റെ സ്കോർ ചോദിക്കണ്ടേ, അതിന് ലൂപ്പ് വേണം. n ടൈംസ് ലൂപ്പ് സ്കോർ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. 5 കുട്ടികളുണ്ടെങ്കിൽ 5 പ്രാവശ്യം നമ്മളോട് സ്കോർ ചോദിക്കണം. സ്കോർ 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 എന്നിട്ട് 5 പ്രാവശ്യം ചോദിക്കണം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ വേണം. പിന്നെ ആവറേജ് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കൊരു ഫ്ലോട്ട് വേരിയബിൾ ഉണ്ടാക്കാം. AVG എന്നിട്ടൊരു ഫ്ലോട്ട് വേരിയബിൾ ഉണ്ടാക്കാം ആവറേജ് സ്റ്റോർ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. cout ഡബിൾ ലെസ് ദാൻ എന്റർ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര കുട്ടികളാണ് ആദ്യം ചോദിക്കുന്നത്. അതിന് നമ്മൾ നേരെ എന്നിലേക്ക് സ്റ്റോർ ചെയ്യാണ്. എത്ര സ്റ്റുഡൻസ് ഉള്ളത് എന്നിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ഇനി ടോട്ടലിന് നമ്മൾ 0 ആക്കി വെക്കുകയാണ്. സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ കുട്ടികളുടെ സ്കോർ 5 ആളുണ്ടെങ്കിൽ 5 ആളും കൂടി സ്കോർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു ലൂപ്പ് സെറ്റ് ചെയ്യാം. for a is equal to 1. ഒരു കാര്യം ഈ സമയത്ത് പറയട്ടെ, ഇവിടെ എളുപ്പത്തിനാണ് ഞാൻ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ കോഡിന്റെ ലെങ്ത് ഒക്കെ കുറയും. ഫോറിനെ വൈലാക്കാനും ഡു വൈലാക്കാനും ഒക്കെ ഇന്നലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ മറ്റുള്ള ലൂപ്പിലേക്ക് മാറ്റി എഴുതി നോക്കാം. ഓക്കെ, for a is equal to 1, a less than or equal to n, n ടൈംസ് ആണ് നമുക്ക് ഈ ലൂപ്പ് വർക്ക് ചെയ്യേണ്ടത്. a പ്ലസ് പ്ലസ്, ഓക്കെ, a പ്ലസ് പ്ലസ്. ഇനി നമ്മൾ ഓപ്പണിംഗ് ബ്രേസ് ഇടുക, അതിൻ്റെ ഉള്ളിൽ സ്കോർ ചോദിക്കാം. cout ഡബിൾ ലെസ് ദാൻ എന്റർ സ്കോർ. അപ്പൊ എത്ര പ്രാവശ്യം ലൂപ്പ് വർക്ക് ചെയ്യണ്ടോ അത്രയും പ്രാവശ്യം നമ്മളോട് സ്കോർ ചോദിക്കും. ആ സ്കോറിനെ നമുക്ക് സ്കോർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പൊ ഈ ഒരു കമാൻഡ് ഇത് ലൂപ്പിനുള്ളിൽ ആയതുകൊണ്ട് ഈ ലൂപ്പ് n ടൈംസ് വർക്ക് ചെയ്യും. അത്രയും തവണ ഈ ഒരു കമാൻഡ് വർക്ക് ചെയ്യും. എന്നിട്ട് ആ കിട്ടിയ സ്കോർ ഉണ്ടല്ലോ അതിനെ നേരെ ടോട്ടലിലേക്ക് ആഡ് ചെയ്യുക. ടോട്ടൽ പ്ലസ് ഈസ് ഈക്വൽ ടു സ്കോർ, ക്ലോസിംഗ് ബ്രേസ്. ഈ ഒരു ലൂപ്പ് ഉപയോഗിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. n ടൈംസ് നിങ്ങളോട് സ്കോർ ചോദിക്കും. നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സ്കോർ അതത് സമയത്ത് സ്കോർ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഉടനെ അതിന് ടോട്ടലിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് കാണണം. ആവറേജ് കാണണമെങ്കിൽ നമുക്ക് കമാൻഡ് ഉപയോഗിക്കാം. AVG ഈസ് ഈക്വൽ ടു, ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ബൈ n എന്ന് മതി. ടോട്ടൽ ബൈ n എന്ന് മതി. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടോട്ടൽ ഇൻറ്റീജർ ആണ് അല്ലെ. ഇവിടെ വേരിയബിൾ ഡിഫൈൻ ചെയ്ത് ശ്രദ്ധിച്ചോളൂ. ടോട്ടൽ ഇൻറ്റീജർ ആണ്, n ഇൻറ്റീജർ ആണ്. അപ്പൊ റിസൾട്ട് നമുക്ക് പോയിന്റ് ഉള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒന്നിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈ സാധനം. ഫ്ലോട്ട് ടോട്ടൽ ബൈ n, അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡിസ്പ്ലേ ദ ആവറേജ് മാർക്ക്. ആവറേജ് സ്കോർ ഈസ് ഈക്വൽ ടു ഡബിൾ ലെസ് ദാൻ AVG, റിട്ടേൺ 0. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തിട്ടു. പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. നമുക്ക് ഈ പ്രോഗ്രാമിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. ഇതുവരെയാണ് നമ്മുടെ പ്രോഗ്രാം. ഞാൻ ജസ്റ്റ് ഇതിനെ കോപ്പി ചെയ്തു. നമ്മുടെ ജീനിയിൽ വന്നു. ഇവിടെ ഉള്ളത് ഡിലീറ്റ് ചെയ്തു. ആ പ്രോഗ്രാമിനെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തു. ആവറേജ് സ്കോറിന്റെ പ്രോഗ്രാമിനോട്ട് പേസ്റ്റ് ചെയ്തു. ഇനി സേവ് ചെയ്യണം, ശേഷം കമ്പൈൽ ചെയ്യണം, ശേഷം ബിൽഡ് ചെയ്യണം, അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് കമ്പ്യൂട്ടർ എൻ്റർ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ഞാൻ 5 കൊടുക്കുകയാണ്. 5 കൊടുത്താൽ ഞാൻ കൂടുതൽ വേണമെങ്കിൽ കൊടുക്കട്ടെ, 100 500 കൊടുക്കുമ്പോൾ അത്രയും സ്കോർ എൻ്റർ ചെയ്യേണ്ടി വരും. 5 കൊടുത്തപ്പോൾ നമ്മളോട് സ്കോർ ചോദിക്കണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആളുടെ സ്കോർ കൊടുക്കാം 68, രണ്ടാമത്തെ ആളുടെ സ്കോർ 82, രണ്ട് 100 35 48. അതിന്റെ ആവറേജ് നിങ്ങൾ സൗകര്യം പോലെ കണ്ടുപിടിച്ചോളൂ. എനിക്ക് സമയം കുറവായതുകൊണ്ട്, കുറച്ചും കൂടി പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യാണ്ട് സമയം കുറവായതുകൊണ്ട് ഞാൻ അതിന്റെ പിന്നെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് നോക്കാൻ പോണില്ല. അത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം
ആവറേജ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ആവറേജ് കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ ഞാൻ ആ ഫ്ലോട്ട് എന്നുള്ളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ 66.6 എന്നുള്ള റിസൾട്ട് കിട്ടില്ല, പകരം 66 കിട്ടുള്ളൂ. ആ 0.6 അങ്ങ് പോകും. അതിനാണ് ആ 0.6 ഉൾപ്പെടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫ്ലോട്ട് എന്ന് പറയുന്ന ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ ഫോർത്ത് പ്രോഗ്രാം. നമുക്കിനി നമ്മുടെ ഫിഫ്ത്ത് പ്രോഗ്രാമിലേക്ക് വരാം. പ്രോഗ്രാംസ് ഒരുപാട് ചെയ്യുക എന്നുള്ളതാണ് പ്രോഗ്രാമിംഗ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഓക്കെ, ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുക എന്നുള്ളതാണ് പ്രോഗ്രാമിംഗ് പഠിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രോഗ്രാംസുടെ ക്ലാസ്സിൽ പറയുന്നത്. അഞ്ചാമത്തെ പ്രോഗ്രാം ഇതാ, പ്രോഗ്രാം ടു ഡിസ്പ്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എ നമ്പർ n. ഓക്കെ, ഒരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെ നമുക്കറിയാം. അപ്പൊ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഇങ്ങനെ വരിക അല്ലെ. 1 into 2 equal to 2 അങ്ങനെ വരിക. 2 into 2 is equal to 2 into 2 is equal to 4, റൈറ്റ്? അങ്ങനെ ഏത് വരെ? 10 വരെ അല്ലെ. 10 വരെയാണ് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ. 10 into 2 is equal to 20. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഓക്കെ, അപ്പൊ ഒരു നമ്പർ കൊടുത്താൽ, 2ന്റെ എന്നല്ല, ഏത് നമ്പർ കൊടുത്താലും ആ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യണം. അതിനുള്ള പ്രോഗ്രാമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആസ് യൂഷ്വൽ ഹാഷ് ഇൻക്ലൂഡ് IOStream. ഓക്കെ, then using namespace std int main ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു. ഇനി നമ്മൾ പ്രോഗ്രാമിന് ആവശ്യമായ വേരിയബിൾസ് ഉണ്ടാക്കുക. ഒന്ന് n, ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണോ വേണ്ടത് അത്. പിന്നെ രണ്ടാമത് നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് ലൂപ്പ് വേണം, അതിന് a എന്നിട്ട് വേരിയബിൾ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് ഈ n into a നാളെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ കണ്ടോ, ആദ്യത്തെ 1 into 2ന്റെ പ്രൊഡക്റ്റ് എത്രയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. 2 into 2 എത്രയാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. 10 into 2 എത്രയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണമെങ്കിൽ എനിക്കൊരു p എന്നൊരു വേരിയബിൾ ഉണ്ടാക്കാം. ഓക്കെ, 3 വേരിയബിൾ ആണ് ഈ പ്രോഗ്രാമിലേക്ക് ആവശ്യം. എന്നിട്ട് cout ഡബിൾ ലെസ് ദാൻ എൻ്റർ ദ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം. ആ നമ്പറിന് നമുക്ക് n-ൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനിയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നത്. for a is equal to 1, a less than or equal to a less than or equal to 10. 10 വരെയാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ലൈൻസ് വേണ്ടത്. നമ്മളോട് ഇനി പരീക്ഷയ്ക്ക് 15 വരെയുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഞാൻ ഈ പ്രോഗ്രാമിന്റെ അവസാനം കാണിച്ചു തരാം. ഇത് 10 വരെയുടെ ടേബിൾ ഉണ്ടാക്കുക. 1 മുതൽ 10 വരെയുള്ള വരികൾ ഉണ്ടോ, 1 2 3 4 അങ്ങനെ 10 വരെയുള്ള വരികൾ. ഇവിടെ ശരിക്കും ഇങ്ങനെ ബാക്കിയൊക്കെ എഴുതേണ്ടതാണ്. ഞാനിപ്പോൾ അത് സമയമില്ലാത്തതുകൊണ്ട് ബാക്കിയൊക്കെ ഇങ്ങനെ വിട്ടുപോയതാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 3 into 2, 4 into 2, 5 into 2 അങ്ങനെ 10 into 2 വരെ വരണം. അപ്പൊ അതിനാണ് ഇവിടെ 10 കൊടുത്തത്. നമുക്ക് 15 ലൈൻസ് ഒരു ടേബിൾ വരണമെങ്കിൽ ഇവിടെ a less than or equal to 15 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിസ്പ്ലേ ചെയ്യുന്ന വിധം ഒന്ന് നോക്കാം. cout ഡബിൾ ലെസ് ദാൻ a. അതിന്റെ മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. ആ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഒരു വരിയിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട പ്രൊഡക്റ്റ് p is equal to a star p. സോറി, a star p അല്ല, a star n. നമ്മുടെ നമ്പർ n ആണല്ലോ, n-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ a star n. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ p ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്തായിരിക്കും നമ്മുടെ ഇതിന്റെ ഒരു അവസ്ഥ നമുക്കൊന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിനെ ബാക്കി അവിടുന്ന് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആക്കി മാറ്റിയെടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. റിട്ടേൺ 0, റിട്ടേൺ 0 കൊടുത്തു, ക്ലോസിംഗ് ബ്രേസ് കൊടുത്തു. ഇനി നമുക്ക് ഇത്രയുള്ള ഈ പ്രോഗ്രാം വർക്ക് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് കോപ്പി ചെയ്തു, ഇവിടെ ഉള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തു, ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. ഞാനിതിനെ സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. റിസൾട്ട് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. 2 എന്ന് പറഞ്ഞ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഞാൻ ചോദിച്ചത്. റിസൾട്ട് എന്ത് വന്നു നോക്കാം. 2 4 6 8 10 12 14 16 18 20. അതായത് ഇപ്പൊ എന്താണ് ഡിസ്പ്ലേ ചെയ്തത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ചെറിയൊരു ഭാഗം ഡിസ്പ്ലേ ചെയ്തു അല്ലെ. 1 into 2 സമം 2 എന്ന് പറഞ്ഞിട്ട് 2 അവിടെ ഉണ്ട്. 2 into 2 സമം 4 എന്ന് പറഞ്ഞിട്ട് 4 അവിടെ ഉണ്ട്. 2 into 2 ഇല്ല. 3 into 2 സമം 6 എന്ന് പറഞ്ഞിട്ട് 6 ഉണ്ട്. അതുപോലെ അവസാനത്തെ വരി നോക്കിയാൽ 10 into 2 സമം 20 എന്ന് പറഞ്ഞിട്ട് 20 ഉണ്ട്. ആ 10 വന്നില്ല, ഇൻഡു എന്നുള്ള സിമ്പിൾ വന്നില്ല, n എന്ന് പറയുന്ന നമ്പർ വന്നില്ല. അതായത് 2 നമ്മുടെ എക്സാമ്പിൾ, അത് വന്നില്ല. ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ വന്നില്ല അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരേണ്ടത് അങ്ങനെയല്ലേ. ഞാൻ തൊട്ടുമ്പ് കാണിച്ചെന്നില്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഒരു രൂപം. ഇവിടെ രൂപം കാണിച്ചെന്നില്ലേ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ രൂപം. ഈ രൂപത്തിലാണ് വരേണ്ടത്. പക്ഷെ അതിൽ ഈ ഒരു പോർഷൻ മാത്രമാണ് ഇപ്പൊ ഡിസ്പ്ലേ ചെയ്തത്. 2 4 6 8 എന്നിട്ട് അങ്ങനെ
20 വരെയുള്ള ഈ പോർഷൻ മാത്രമാണ് ഡിസ്പ്ലേ ചെയ്തത്. അത് കൂടാതെ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അതെങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും? ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യണം. എങ്ങനെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇവിടെ എയുടെ വാല്യൂ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. എയുടെ വാല്യൂ. ഓക്കെ, എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് എന്താ വരേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഒന്ന് നോക്കിക്കോളൂ. എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻഡു എന്നുള്ള സിമ്പിളാ വരേണ്ടത്. റൈറ്റ്, ഒരു ഇൻഡു സിമ്പിൾ ആണ് നമുക്ക് വരേണ്ടത്. ആ ഇൻഡു സിമ്പിൾ വരണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡബിൾ ലെസ് ദാന്റെ ഉള്ളില് ഒരു കൊട്ടേഷൻ ഇട്ടിട്ട് ഒരു ചെറിയ സ്മോൾ ലെറ്റർ എക്സ് കൊടുക്കുക. അപ്പോ ഇൻഡു എന്നുള്ള സിമ്പിൾ ആയി. ഓക്കെ, ഇത്രയും നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മൾ ആഡ് ചെയ്തില്ല രണ്ട് കാര്യങ്ങൾ. ഒന്ന് എയും ആഡ് ചെയ്തു, ഒന്ന് ഇൻഡു എന്നുള്ള സിമ്പിളും ആഡ് ചെയ്തു. കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്തു. നമുക്ക് 2 എന്ന് പറയുന്ന നമ്പറിന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, 1 into 2, 2 into 4, 3 into 6 അങ്ങനെ വന്നത് അല്ലെ. ഇനി ആ ഇൻഡു കഴിഞ്ഞിട്ട് എന്ത് വരണം? ഇൻഡു എന്നുള്ള സിമ്പിൾ കഴിഞ്ഞിട്ട് ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണോ നമ്മൾ തയ്യാറാക്കിയത് ആ നമ്പർ ഡിസ്പ്ലേ ചെയ്യണം. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ തയ്യാറാക്കുന്നത് n എന്ന് പറയുന്ന നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. അപ്പൊ ഇൻഡു എന്നുള്ള സിമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ എന്നിനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം, എന്നിനെ. ഓക്കെ, ഇപ്പൊ എങ്ങനെ എന്തായിരിക്കും പാടുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇതിനെ സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഞാൻ വീണ്ടും അതേ നമ്പർ കൊടുക്കുകയാണ്, 2. അതേ നമ്പർ കൊടുത്തു. 1 into 2, 2, 2 into 2, 4, 3 into 2, 6 ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ. 10 into 2, 20. ഇതിനിടയ്ക്ക് ഗ്യാപ്പ് ഒന്നുമില്ല. ശരിക്കും ഇവിടെ എന്ത് വരണം? ഈ 10 into 2 കഴിഞ്ഞിട്ട് എന്ത് വരണം? നമ്മളെ ഒരു ഈക്വൽ ടു വരണം. ഓക്കെ, അപ്പോഴേ ശരിയാവുള്ളൂ. അപ്പൊ ആ ഈക്വൽ ടു കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ n കഴിഞ്ഞിട്ട് പിയുടെ മുമ്പായിട്ട് ഒരു ഈക്വൽ ടു കൂടി അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, കൊട്ടേഷനിൽ ഒരു ഈക്വൽ ടു കൊടുക്കുക. കൊട്ടേഷനിൽ എന്ത് കൊടുത്താലും അതേപോലെ ഡിസ്പ്ലേ ചെയ്യും. സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാണ്. നമുക്ക് ഇത്തവണ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കാം. 2 ഇപ്പൊ ശരിയല്ലേ? 1 into 2 = 2, 2 into 2 = 4, 3 into 2 = 6 കണ്ടല്ലേ. 10 into 2 = 20. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരു 15 വരിക്ക് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പൊ 10 വരെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വന്നത്. 15 വരി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 10 മാറ്റിയിട്ട് 15 വെക്കും. യെസ്, 10 എന്നുള്ളത് മാറ്റിയിട്ട് പകരം എത്ര ആക്കുക? 15 എന്നാക്കുക. ഓക്കെ, പകരം അത് 15 ആക്കി കഴിഞ്ഞാൽ അത് 15 വരെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആവും. കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യുന്നു. നമുക്ക് 2 എന്ന് പറയുന്ന നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു നോക്കാം. കണ്ടോ, 1 into 2 മുതൽക്ക് 15 into 2 വരെ വന്നിട്ടുണ്ട്. അപ്പൊ എത്ര വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ആറാമത്തെ പ്രോഗ്രാം. നമ്മൾ 5ാമത്തെ പ്രോഗ്രാമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 6ാമത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് വരാം. സോ 6th പ്രോഗ്രാം. 6th പ്രോഗ്രാം എന്താണ്? പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ഓഫ് മെനി റെക്ടാങ്കിൾസ്. ഒരു റെക്ടാങ്കിളുടെ അല്ലാട്ടോ, കുറെ റെക്ടാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു റെക്ടാങ്കിളുടെ ഏരിയ കാണാനുള്ള പ്രോഗ്രാം ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് അതിനെ കുറെ റെക്ടാങ്കിൾ കാണാനുള്ള പ്രോഗ്രാം ആക്കി നമുക്ക് മാറ്റാം. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std int main. നമുക്ക് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലെങ്ത്, ബ്രെഡ്ത്ത്, ഏരിയ 3 വേരിയബിൾ ഉണ്ടാക്കി LBA. എന്നിട്ട് ആദ്യം എന്റർ ലെങ്ത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അതിന് നേരെ Lലേക്ക് സ്റ്റോർ ചെയ്തു. അടുത്തത് നമ്മൾ ബ്രെഡ്ത്ത് എൻ്റർ ചെയ്യാൻ പറയാണ്. എന്റർ ബ്രെഡ്ത്ത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അതിന് നേരെ Bയിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. A = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് നമ്മൾ ചെയ്യാം. ചെയ്തതിന് ശേഷം cout ഡബിൾ ലെസ് ദാൻ ഏരിയ = ഡബിൾ ലെസ് ദാൻ A ഡബിൾ ലെസ് ദാൻ ഒരു ബാക്ക്സ്ലാഷ് കൂടി വേണമെങ്കിൽ കൊടുത്തിടാം. ഓക്കെ, ഒരു ബാക്ക്സ്ലാഷ് അടുത്ത വരിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. റിട്ടേൺ 0 കൊടുത്തു, ക്ലോസിംഗ് ബ്രേസ് കൊടുത്തു. നമുക്ക് ഈ പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്തൊക്കെ ഇതിലിപ്പോ ലൂപ്പോ ഈഫോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു സിമ്പിൾ പ്രോഗ്രാം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ച പോലുള്ള ചെറിയൊരു പ്രോഗ്രാം ആണ്. നമുക്ക് നമ്മുടെ ജീനിയിൽ വരാം. കൺട്രോൾ അടിച്ചിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയതിനോട് കൊടുന്ന് സ്റ്റോർ ചെയ്തു. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്
ട്രയാങ്കിളിന്റെ ലെങ്ത് ചോദിക്കുന്നുണ്ട് 5 കൊടുത്തു, ബ്രെഡ്ത്ത് ചോദിക്കുന്നുണ്ട് 6 കൊടുത്തു, ഏരിയ കണ്ടുപിടിക്കും 30. ക്ലിയർ ആണല്ലോ? പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പ്രോഗ്രാം കറക്റ്റിനാണ്, ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പ്രോഗ്രാമിന്റെ പോരാ, സോറി, ഒരു റെക്ടാങ്കിളിന്റെ പോരാ, കുറെ റെക്ടാങ്കിളിന്റെ വേണം. 5 റെക്ടാങ്കിളിന്റെ തന്നെ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഒരു ഫോർ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് 5 പ്രാവശ്യം കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ പ്രോഗ്രാം റൺ ചെയ്യാണ്. ഓക്കെ, ഒന്നാമത്തെ റെക്ടാങ്കിളിന്റെ ഏരിയക്കുള്ള ലെങ്ത്തും കൊടുത്ത് ബ്രെഡ്ത്തും കൊടുത്ത് ഏരിയ ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം നമ്മളോട് കമ്പ്യൂട്ടറോട് ചോദിക്കണം, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, തുടരണോന്ന്. നമ്മൾ ഈ മൊബൈലിലെ ഗെയിംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഫെയിൽ ആയി കഴിഞ്ഞാലും സക്സസ് ആയാലൊക്കെ ചോദിക്കും, ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കില്ലേ, പ്ലേ അഗെയിൻ ചോദിക്കില്ലേ, പ്ലേ അഗെയിൻ. യെസ് കൊടുത്താൽ വീണ്ടും പ്ലേ ചെയ്യാം, നോ കൊടുത്താൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതേപോലെ ഒരു പ്രാവശ്യം ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മോട് ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ. ഓക്കെ, ചോദിക്കാം. ചോദിച്ചിട്ട് യെസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. നോ പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ലെറ്റ് us see for that. So that means we need a loop. നമുക്ക് ഇതിനൊരു ലൂപ്പ് വേണം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനൊരു ക്യാരക്ടർ എന്നൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്, ക്യാരക്ടർ CH. ഞാൻ ഒരു ലൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്, ഡു ലൂപ്പ്. ഡു ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ, ഡു ലൂപ്പ് നേരാണ്ട് വർക്ക് ചെയ്യും ആദ്യം തന്നെ. ഡു ലൂപ്പിൽ തുടക്കത്തിൽ കണ്ടീഷൻസ് ഒന്നും വേണ്ട, അല്ലെ? ഫസ്റ്റ് തന്നെ വർക്ക് ചെയ്യാൻ ആരംഭിക്കും. അപ്പൊ ഞാനിവിടെ ഒരു ഡു ലൂപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത്രയും കാര്യങ്ങളെ, ഈ ഏരിയ കണ്ടുപിടിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ ആ ലൂപ്പിനകത്താക്കാൻ പോവാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ലൂപ്പിനകത്താക്കി ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കമ്പ്യൂട്ടറിനോട് ചോദിക്കുകയാണ്, സോറി, നമ്മൾ യൂസറോട് ചോദിക്കുകയാണ് കമ്പ്യൂട്ടറിലൂടെ, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇതാണ് ചോദ്യം. ഓക്കെ, അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ വൈ അല്ലെങ്കിൽ എൻ എന്ന് വെച്ചാൽ റെസ്പോണ്ട് ചെയ്യേണ്ടത്. വൈ എന്ന് പറഞ്ഞാൽ വൈ ഓർ എൻ എന്ന് പറയുമ്പോൾ എസ് ഓർ നോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വൈയോ എന്നോ വെച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുക. സീൻ ഡബിൾ ഗ്രേറ്റർ ദാൻ CH. ഇതിനാണ് നമ്മളിവിടെ ക്യാരക്ടർ വേരിയബിൾ ഉണ്ടാക്കി വെച്ചത്. ഓക്കെ, ക്യാരക്ടർ CH. ഇനി നമുക്ക് ഈ ലൂപ്പ് കണ്ടിന്യൂ ആണോ വേണ്ടി തീരുമാനിക്കാം. നമുക്കറിയാം, ഡു വൈൽ ലൂപ്പിന് കണ്ടീഷൻ നമ്മൾ സാധാരണ കൊടുക്കുന്ന ലൂപ്പിന്റെ എൻഡിലാണ്. ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്, വൈൽ. എപ്പോഴാണ് ഈ കണ്ടിന്യൂ ചെയ്യേണ്ടത്, എപ്പോഴാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്? വൈ ആണെങ്കിൽ ഉപേക്ഷിക്കണം, അല്ലെ? വൈ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ അവിടെ കണ്ടീഷൻ കൊടുക്കാം, വൈൽ CH ഈക്വൽ ടു വൈ. CH is equal to y. Y എന്ന് രണ്ട് തരം y ഉണ്ട് ഇംഗ്ലീഷിൽ, സ്മോൾ ലെറ്ററും അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഓർ യൂസ് ചെയ്യാം, ഓർ CH ഈക്വൽ ടു സ്മോൾ ലെറ്റർ y കൂടി കൊടുക്കുക, ഒരു സെമിക്കോളൻ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാമിൽ ഒന്ന് സേവ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മളോട് ലെങ്ത് എന്ന് ചോദിക്കുന്നു, 5 കൊടുത്തു. ബ്രെഡ്ത്ത് ചോദിക്കുന്നു, 6 കൊടുത്തു. 30 ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, യെസ് ഓർ നോ. ഞാൻ അതാ വീണ്ടും വൈ കൊടുക്കണം. വൈ കൊടുത്തപ്പോ അടുത്ത ലെങ്ത് ചോദിച്ചു, കണ്ടോ? ലെങ്ത്തിന് 6 കൊടുത്തു, ബ്രെഡ്ത്ത് 9 കൊടുത്തു, അതിന്റെ ഏരിയ ഡിസ്പ്ലേ ചെയ്തു. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, യെസ്. ഒന്നും കൂടി യെസ് കൊടുക്കണം, പിന്നെയും കൊടുക്കാം. 1 കൊടുത്തു, 5 കൊടുത്തു, 4 കൊടുത്തു, ഏരിയ ഈക്വൽ ടു 4. നോ കൊടുത്താലോ, അപ്പൊ സ്റ്റോപ്പ് ചെയ്യും, പ്രോഗ്രാം അവസാനിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഈ പ്രോഗ്രാമിനെ ഒന്ന് ബ്യൂട്ടി ആക്കാൻ. ഒന്ന്, ഇവിടെ ഒരു ബാക്ക്സ്ലാഷ് കൂടി കൊടുക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് അവിടെ ഒരു ബാക്ക്സ്ലാഷ് കൊടുക്കാം. അതുപോലെ ഇവിടെ ഒരു ബാക്ക്സ്ലാഷിന്, 2 ബാക്ക്സ്ലാഷ് കൊടുക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളാ പിന്നെ ഒന്ന് കഴിഞ്ഞ അടുത്ത് ഗ്യാപ്പ് വരാൻ വേണ്ടിട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേണമെങ്കിൽ ഒരു താങ്ക് യു പറയാം. ഓക്കെ, കുറെ പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചെയ്താലേ, അപ്പോൾ വേണമെങ്കിൽ ഏറ്റവും എൻഡിൽ നമുക്കൊരു താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വേണമെങ്കിൽ ലൂപ്പിന് പുറത്ത് കൊടുത്താൽ പ്രോഗ്രാം നോ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൂടി വന്നു. ഓക്കെ, അതൊക്കെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ മാത്രമാണ്, അതൊന്നും വേണമെന്നില്ല. ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ലെങ്ത് ചോദിക്കുന്നു, ലെങ്ത് 5 കൊടുത്തു, സോറി, ലെങ്ത് 5 കൊടുത്തു, ബ്രെഡ്ത്ത് 6 കൊടുത്തു, ഏരിയ ഈക്വൽ ടു 30. കണ്ടോ, ഒരു ഗ്യാപ്പ് ഒക്കെ വന്നു അവിടെ, കണ്ടല്ലേ? ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, യെസ്. യെസ് കൊടുത്ത് എൻ്റർ ചെയ്യാണ്. അപ്പൊ വീണ്ടും ലെങ്ത് വെച്ച് ഒരു ഗ്യാപ്പിൽ നേരത്തെ മാതിരി ചേർത്തല്ല വരുന്നത്. 6 കൊടുത്തു, 7 കൊടുത്തു, 42. ഇനി ഞാൻ നോ കൊടുത്താൽ താങ്ക് യു എന്നിട്ടൊരു മെസ്സേജ് വന്നു. ഇതൊക്കെയാണ് സാധാരണ മൊബൈൽ ഗെയിമുകളിലൊക്കെ നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ മൊബൈൽ ഗെയിമുകളൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം ഗെയിം കളിച്ച് തോറ്റാലും ചിലപ്പോൾ നമ്മോട് ചോദിക്കും, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന്. ആ കണ്ടിന്യൂ എന്നുള്ള അവിടെ പിന്നെ ഇങ്ങനെ വൈ ഓറിനെ എന്ന് കൊടുക്കുന്നതിന് പകരം ടാപ്പ് ചെയ്തായിരിക്കും ബട്ടന്. അതതിന്റെ ഇന്റർഫേസിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, അല്ലെ? ഗെയിമിനെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിനെ മാറ്റുകയാണ്. ഇതല്ല നമ്മുടെ പ്രോഗ്രാം, ആക്ച്വൽ പ്രോഗ്രാം അവിടെ ഉണ്ട് എന്നോട് കൊടുത്തിട്ടാണ്. ഓക്കെ, പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ഓഫ് മെനി റെക്ടാങ്കിൾസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സെവൻത് ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളതൊക്കെ കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു പോവാം. സെവൻത് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സെവൻത് ക്വസ്റ്റ്യൻ. പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ അക്കങ്ങളുടെ തുക. ഇഫ് ദ നമ്പർ ഈസ് 745, ഇതാണ് നമ്മുടെ നമ്പർ എങ്കിൽ then result should be, എന്തായിരിക്കും റിസൾട്ട് എന്ന് ഞാൻ പറയാം. റിസൾട്ട് ഷുഡ് ബി 16. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള അക്കങ്ങൾ ഉണ്ടല്ലോ, ഇതിലെ അക്കങ്ങൾ ഏതൊക്കെയാണ്? ഒറ്റയുടെ സ്ഥാനത്തക്കത്ത് 4, പിന്നെ 5, പിന്നെ 4, പിന്നെ 7. ആ അക്കങ്ങളുടെ തുകയാണ്. ഓക്കെ, 5, 4, 7 ഈ അക്കങ്ങളുടെ തുക. 5 + 4 9 + 7 16. ഇതാണ് 16 കിട്ടണം എന്ന് പറഞ്ഞത്. 1 2 3 കൊടുക്കണമെങ്കിൽ എത്ര കിട്ടേണ്ടത്? 1 2 3 കൊടുക്കണമെങ്കിൽ എത്ര കിട്ടേണ്ടത് പറഞ്ഞോളൂ. 123 കൊടുക്കുകയാണെങ്കിൽ ഇതാ 123 റിസൾട്ടിൽ സം എന്താ വരുന്നത്? 123 കൊടുക്കുകയാണെങ്കിൽ ആ 6 അല്ലെ? ഒരു ഇതെല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. 6 ആണ് വരേണ്ടത്. 1 2 3 കൊടുക്കുകയാണെങ്കിൽ 6 എന്നുള്ള ആൻസർ വരണം. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് വേണ്ടത് ഒന്ന് നമ്പർ വേണം, n. ഓക്കെ, ഡിജിറ്റിന് d എന്നൊരു വേരിയബിൾ ഉണ്ടായിക്കോട്ടെ, അതിലാണ് ഡിജിറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് സം സ്റ്റോർ ചെയ്യാൻ സം എന്നൊരു വേരിയബിൾ വേണം. ഇനി നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യം തന്നെ ഈ ഒരു നമ്പറിനെ ഇൻപുട്ട് ചെയ്യുക. ആ നമ്പറിലെ അക്കങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. C in double greater than n. Okay, then sum is equal to 0. സമ്മിന് ആദ്യം 0 ആയിട്ട് സെറ്റ് ചെയ്യാം. സം is equal to 0. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് എടുക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഒരു വൈൽ ലൂപ്പ് ആണ്. വൈൽ n ഗ്രേറ്റർ, n-ന്റെ വാല്യൂ 0 അല്ല എങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. n-ന്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കേണ്ട പറഞ്ഞ എക്സാമ്പിൾ 745 ആണെങ്കിൽ ആവുന്നത് വരെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അത് 0 ആവുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം. d is equal to n%10. എന്താ n%10 എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? % എന്താ എന്റെ മീനിങ്? n-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ, അതാണ് അതിന്റെ അർത്ഥം അല്ലെ? n-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എന്നാണ് ഇതിന്റെ അർത്ഥം. n% എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ n 745 ആണെങ്കിൽ 740 ഡിവൈഡ് റിമൈൻഡർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്ഥാനത്ത് 5. 5-ന് നേരെ സമ്മിലേക്ക് ഈസ് ഈക്വൽ ടു സം പ്ലസ് d. എന്നിട്ട് n-ലെ ആ 5-നെ ഒഴിവാക്കാം. n ഈസ് ഈക്വൽ ടു n/10. n ഈസ് ഈക്വൽ n/10 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കാൻ പറയാം. n 740 ആണെങ്കിൽ 745-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 74.5 എന്ന് വരേണ്ടതാണ്. പക്ഷെ അത് ഇന്റീജർ ആയതുകൊണ്ട് 74 വരുള്ളൂ. ഓക്കെ, 74 വരുള്ളൂ. ആ 74 പിന്നെ അത് 7 ആവും, പിന്നെ അത് 0 ആവും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ നമ്പറിലെ അക്കങ്ങളുടെ തുക നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. സി ഔട്ട് ഡബിൾ ലെസ് ദാൻ സം ഓഫ് ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു ഡബിൾ ലെസ് ദാൻ സം. ആ സം ഓഫ് ഡിജിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. റിട്ടേൺ 0 ക്ലോസിംഗ് ബ്രേസ്. ഓക്കെ, അതിനെ നമ്മുടെ കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ജീനിയിൽ വരാം. ജീനിയിൽ വന്ന അവിടെ ഉള്ളത് കളഞ്ഞിട്ട് ഇവിടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കളയാം. ഇതിനോട് കൊണ്ടുവരാം. സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാണ്. നമുക്ക് നമ്പർ കൊടുത്തു നോക്കാം. 745 നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 745 നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു 16. കണ്ടോ? നിങ്ങളോട് നേരത്തെ പറഞ്ഞ 123 കൊടുക്കുന്നതെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ഇനി ഒരൊറ്റ പ്രോഗ്രാം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 8ാമത്തെ പ്രോഗ്രാമും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അത് പെട്ടെന്ന്
കിട്ടുന്നൊരു ചോദ്യമാണ്. നിങ്ങൾ പറയണം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ തന്നെ പറയാം ഇതിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ പ്രോഗ്രാമിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് നിങ്ങൾ പറയാ. 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ക്യൂബ് ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. ഒരു നമ്പറിലെ അക്കങ്ങളുടെ ക്യൂബിന്റെ സം. ഓക്കെ, ഒരു നമ്പറിലെ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്തു. ഓക്കെ, ഡിജിറ്റ്സിന്റെ സം കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം നമ്മൾ ചെയ്തു. ഇനിയിപ്പോ നമ്മളിപ്പോ ഇപ്പൊ ആവശ്യപ്പെട്ടത് ഡിജിറ്റ്സിന്റെ ക്യൂബിന്റെ സം ആണ്. അപ്പൊ എന്താ വ്യത്യാസം വരുത്തേണ്ടത്? നേരത്തെ നമ്മൾ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ പറഞ്ഞ പോലത്തെ ചെറിയൊരു ഡിഫറൻസ് ഇതിൽ വരുത്തേണ്ട ആവശ്യമുള്ളൂ. ചെറിയൊരു വ്യത്യാസം. എന്താ വരുത്തണ്ടേ? സം ഓഫ് ഡിജിറ്റ്സിൽ ആഡ് ചെയ്ത് ഡി ആണ് അല്ലെ? നമുക്ക് ഡി അല്ല ആഡ് ചെയ്യേണ്ടത്, ഡിന്റെ ക്യൂബ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ക്യൂബ് എന്നത്? എന്താ വാട്ട് ഈസ് ക്യൂബ്? വാട്ട് ഈസ് ഡി ക്യൂബ്? ഡി ഇൻറ്റു 3 അല്ല ഡി ക്യൂബ് കേട്ടോ. ഡി റേസ് 3 എന്താണ്? എങ്ങനെ സോൾവ് ചെയ്യാം? വാട്ട് ഈസ് ഡി റേസ് 3 ആക്ച്വലി? ഡി റേസ് 3 ആണ് ഡി ക്യൂബ്. ഡി റേസ് 3 എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ഉദാഹരണത്തിന് ഡി 5 ആണെങ്കിൽ 5ന്റെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കുക? എത്രയാണ് 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞത്? 5 × 5 × 5. യെസ്, മിസ്ബോർഡ് എഴുതിയിട്ടുണ്ട്. ഡി ഇൻറ്റു ഡി ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ ഡി എന്നുള്ള സ്ഥാനത്ത് നമ്മൾ ഡി ഇൻറ്റു ഡി ഇൻറ്റു ഡി എന്നാക്കാം. അത്ര വ്യത്യാസം വരുത്തേണ്ട ആവശ്യമുള്ളൂ. വേറൊരു ഡിഫറൻസ് നമ്മൾ വരുത്തേണ്ടതില്ല. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിനെ ഒന്ന് വ്യത്യാസപ്പെടുത്തി നോക്കാം. ഇവിടെ ഡി എന്നുള്ളതിന് പകരം ഡി സ്റ്റാർ ഡി സ്റ്റാർ ഡി. ഓക്കെ, ഞാനതിനെ സേവ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാണ്. ഇതൊരു നമ്പർ ഞാൻ അവിടെ കൊടുക്കുകയാണെ 125. എത്ര വരും? 1ന്റെ ക്യൂബ് 1 ആണ്, 2ന്റെ ക്യൂബ് 8 ആണ്. ഓക്കെ, 2 × 2 × 8 ആണ്. അപ്പൊ 9 ആയി. 5ന്റെ ക്യൂബ് 125 ആണ്. അപ്പോ 125 + 9 134 ആൻസർ വരേണ്ടത്. നമുക്ക് നോക്കാം. ഒന്നല്ലോ സം ഓഫ് ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു 134. ഇനി ഞാനൊരു നമ്പറിനെ കാണിക്കാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നിങ്ങൾ പറയട്ടോ. ഞാൻ ഒരു നമ്പറിനെ ഇവിടെ കൊടുക്കാം. ആ നമ്പറിന്റെ സം ഓഫ് ക്യൂബ് ഓഫ് ഡിജിറ്റ്സ് എത്ര വരുന്നത് നോക്കിക്കോളേ. കൊടുക്കുന്ന നമ്പർ 183 ആണ്. അതിലെ ഓരോ അക്കങ്ങളുടെയും ക്യൂബിന്റെ തുക എത്രയാണെന്ന് നോക്കിക്കോളൂ. എന്താ പ്രത്യേകത? അതേ നമ്പർ തന്നെ വന്നു അല്ലെ? സച്ച് നമ്പേഴ്സ് ആർ ജനറലി ആംസ്ട്രോങ് നമ്പർ. അങ്ങനത്തെ നമ്പേഴ്സിന് സാധാരണ പറയുന്ന പേരാണ് ആംസ്ട്രോങ് നമ്പർ. ARMSTRONG, ആംസ്ട്രോങ് നമ്പർ. ഓക്കെ, അതിനൊക്കെയുള്ള പ്രോഗ്രാം ഉണ്ട്. ആംസ്ട്രോങ് നമ്പർ ആണോ നോക്കുന്ന പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ആ ലെവലിലേക്ക് കടക്കുന്നില്ല, കാരണം ഫോക്കസ് ഏരിയ ബേസ് ആയതുകൊണ്ട് സിമ്പിൾ പ്രോഗ്രാംസേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ പ്രോഗ്രാം നിർത്തുകയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞിരണം ആംസ്ട്രോങ് നമ്പർ എന്താണെന്നുള്ളത്. അത് സംഭവം പണിയൊന്നുമില്ല. സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ഈഫും കൂടി ഉപയോഗിക്കാം. ഈഫ് ഉപയോഗിച്ചിട്ട് തന്ന നമ്പറും സം ഓഫ് ക്യൂബും സെയിം ആണെങ്കിൽ, ഈ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പിന്നെ ആംസ്ട്രോങ് എന്നും, അല്ല എങ്കിൽ നോട്ട് ആംസ്ട്രോങ് എന്നും ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ.